ഹായ് കൂട്ടുകാരെ, പ്രകൃതിയുമായി ഭയങ്കര ഇണങ്ങിയതും നമ്മുടെ കണ്ണുകൾക്കും മനസ്സിന് സന്തോഷം തോന്നുന്നതുമായിട്ടുള്ള എന്ത് കാര്യങ്ങളും കാഴ്ചകളും ഞാൻ കണ്ടാൽ അത് മൊബൈലെടുത്ത് പകർത്തി വെക്കാറുണ്ട് കേട്ടോ. അമ്മയുടെ കാലിൻ്റെ വേദന സംബന്ധമായ ഒരു ആവശ്യത്തിന് വന്നതാണ് ഇവിടെ. ചെറിയൊരു പനയോല മേഞ്ഞൊരു വീടും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ നമ്മുടെ മനസ്സിനും നല്ല കുളിർമ തോന്നും വിധം പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം കേട്ടോ. അവിടെ ഇരിക്കുമ്പോഴേ പഴയ കാലത്തെ ആ ഗ്രാമീണ ഭംഗിയൊക്കെ തിരിച്ചു വന്നു എന്ന് തോന്നിപ്പോവേ. ഒരു വശത്ത് ചെറിയൊരു തോടാണോ അതോ കനാലാണോ എന്ന് അറിഞ്ഞുകൂടാ, അതിലൂടെ വെള്ളം ഒഴുകുന്നു. അതിൽ കുളിക്കാൻ കിടക്കുന്ന രണ്ട് പോത്തുകൾ, അപ്പുറത്ത് വേറൊരു പോത്ത് പുല്ല് തിന്നുന്നു. അതിനോടടുത്ത് തന്നെ റബ്ബറിൻ്റെ പാലെടുക്കുന്ന ഒരമ്മ, തലേദിവസം ഒടിഞ്ഞു വീണ് റബ്ബറിൻ്റെ ചില്ലകളൊക്കെ പറക്കിയെടുത്തുകൊണ്ട് കത്തിക്കാൻ കൊണ്ടുപോകുന്ന വേറൊരമ്മ, അപ്പുറത്ത് വേറൊരു അച്ഛൻ പുല്ല് വെട്ടുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഇതങ്ങ് വീഡിയോ എടുത്തേക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. നമുക്ക് പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ. പിന്നെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് വെക്കണമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ ഈ കാലത്ത് ഫ്ലാറ്റിലും തൊട്ടടുത്ത വീടുകളും കുറച്ച് സ്ഥലത്തൊരു വീടുകളൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ താമസിക്കുന്നത് അല്ലേ. ഇതൊന്നും അവർ കണ്ടിട്ടൊന്നുമില്ല, മിക്കവരും കണ്ടിട്ടില്ല. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മുടെ പാലക്കാടൊക്കെ ചെന്നാൽ ഇതിനേക്കാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റുക എന്ന് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പിന്നെ പനയോല മേഞ്ഞ വീടെന്ന് പറഞ്ഞാൽ അവരതുപോലെ തന്നെ അവർ അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന വീടാണ്. അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ആ പഴയ തനിമയൊന്നും വിട്ടു പോകാതെ തന്നെ. അതുപോലെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ വരാന്തയിൽ ഇരിക്കുമ്പോൾ നല്ല തണുപ്പും എത്ര ചൂടാണെങ്കിലും കേട്ടോ. പിന്നെ റേഡിയോയിൽ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ താനെ ഉറങ്ങിപ്പോകും കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിനൊക്കെ നല്ല ഉന്മേഷവും എല്ലാ ടെൻഷനും മറികടന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നല്ലൊരു അനുഭവമാണ്. അതും എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇപ്പോഴത്തെ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയൊന്നും സാധിക്കുകയില്ല. എല്ലായിടത്തും ഒരുപോലൊക്കെയാണോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ മക്കളെ ഇതുപോലുള്ളത് കാണിക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു കാലങ്ങളൊക്കെ, പഴയ കാലങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. ഞാനവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ പഴയ കാലങ്ങളൊക്കെ നമ്മുടെ അമ്മയുടെ സ്ഥലത്തൊക്കെ പോയ പോലൊക്കെ തോന്നിപ്പോയി കേട്ടോ. ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പോൾ കാണാനേ സാധിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾ കാണുന്നതെന്ന് വെച്ചാൽ പഠിക്കുന്ന പുസ്തകങ്ങളിൽ മാത്രം. അത് പുസ്തകങ്ങളിൽ ഒതുങ്ങി പോവുകയും ചെയ്തു. പിന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വാർക്ക് കെട്ടിടത്തിനൊക്കെ മുമ്പ് ഇതുപോലെ പനയും ഓലയൊക്കെ മേഞ്ഞതും തടി കൊണ്ടിട്ടുള്ളതായ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സുഖം വേറൊരു ലെവലായിരുന്നു. അസുഖങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പം നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത വീഡിയോ കാണാം കേട്ടോ.